അത് പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് അപ്പുറമായതുകൊണ്ടല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. മനുഷ്യന്റെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ് പിശാചുള്ളത്. മനുഷ്യ കഴിവിൽപ്പെട്ട, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ, പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ മനുഷ്യരോട്, സൃഷ്ടികളോട് സഹായം ചോദിക്കാവുന്നതാണ് എന്നത്. മനുഷ്യ കഴിവിൽപ്പെട്ട, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ, പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ മനുഷ്യരോട്, സൃഷ്ടികളോട് സഹായം ചോദിക്കാവുന്നതാണ് എന്നത്. ഈ മനുഷ്യൻ ചോദിക്കുന്ന ആവശ്യം അല്ലതി യസ്അലുഹാ ലം തജ്രിൽ ആദതു ബിജറിയാനിഹാ അലാ ഐദി ഖൽഖിഹി, മനുഷ്യരുടെ, സൃഷ്ടികളുടെ കൈക്ക് നടന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, സാധാരണയായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല എങ്കിൽ കതലബിൽ ഹിദായത്തി, ഹിദായത്ത് നൽകുന്നത് പോലെ, വൽ ഇൽമി, ഇൽമു നൽകുന്ന പോലെ, വൽ ഫഹ്മി ഫിൽ ഖുർആനി, വസ്സുന്നതി, ഖുർആനിലും സുന്നത്തിലും ജ്ഞാനം നൽകുന്ന പോലെ, വശിഫാഇൽ മറളി, അതേപോലെ തന്നെ രോഗശമനം, വഹുസൂലിൽ ആഫിയത്തി മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ, ആഖിറത്തിലെ ശിക്ഷയിൽ നിന്ന്, ദുനിയാവിലെ പരീക്ഷണത്തിൽ നിന്ന് ആഫിയത്ത് ലഭിക്കുക എന്നതുപോലുള്ള കാര്യങ്ങൾ സഅല റബ്ബഹു ദാലിക, അത് തന്റെ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. സാധാരണ മനുഷ്യ കരങ്ങളിലൂടെ നൽകപ്പെടുന്നതല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ, മനുഷ്യ കഴിവിൽപ്പെട്ടതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ തന്റെ റബ്ബിനോട് തന്നെ ചോദിക്കണം. വൈകാനത്തിൽ ഹാജത്തുല്ലതി യസ്അലുഹാ ജറത്തിൽ ആദതു അന്നല്ലാഹ തആല യുജ്രീഹാ അലാ ഐദി ഖൽഖിഹി, അല്ലാഹു അവന്റെ അടിമകളുടെ കൈക്കാണ് ഇത്തരം ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ കഴിവിൽപ്പെട്ടതാണ്, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതാണെങ്കിൽ ആ കാര്യം നിർവഹിച്ചു കിട്ടാൻ ഒരു സൃഷ്ടിയോട് ചോദിക്കാവുന്നതാണ്. അള്ളാഹുവിനോട് അയാളുടെ മനസ്സ് എന്റെ ആവശ്യം നിർവഹിച്ചു തരാനായി അള്ളാഹുവെ അയാൾക്ക് തോന്നിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുമാവാം. ഇങ്ങനെ രണ്ടു തരത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളെ, സഹായം തേടുന്നതിനെ വ്യവച്ഛേദിച്ചുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂവെന്നും, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായത് സൃഷ്ടികളോട് ആവാമെന്നും ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ സൂചിപ്പിച്ച പോലെ രണ്ടാം ഷാഫിഈ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം നവവിയാണ് അദ്ദേഹത്തിന്റെ അൽ അർബഊന നവവിയയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ തത്വം സർവാംഗീകൃതമാണ്.